ഇന്ന് നമുക്ക് കുടംപുളി ഇട്ട് വെച്ച ഒരു മീൻകറിയുടെ റെസിപ്പി ആയാലോ. അതിനായിട്ട് ആദ്യമേ തന്നെ ചെറുതായി അരിഞ്ഞ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കുടംപുളി, കറിവേപ്പില ഇത്രയും ഇൻഗ്രീഡിയൻസ് ആദ്യമേ തന്നെ റെഡിയാക്കി വെക്കുക. അതിനുശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ചൂരമീനാണ് ഇന്നിവിടെ എടുത്തേക്കുന്നത്. മീൻ കഴുകുന്ന സമയത്ത് കുറച്ച് കുടംപുളി ഇട്ട് ആ വെള്ളത്തിൽ കഴുകുകയാണെന്നുണ്ടെങ്കിൽ മീനിൻ്റെ ആ ഉളുമ്പ് സ്മെല്ലൊക്കെ നന്നായിട്ട് പോകുന്നതാണ്. അത് നല്ല കഴുകി വൃത്തിയാക്കിയ 1 കിലോ മീനാണ് നമ്മളിന്ന് എടുത്തേക്കുന്നത്. അതിന് ആദ്യമായിട്ട് തന്നെ നമ്മൾ ചട്ടി അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് ആവശ്യത്തിൽ എണ്ണ ഒഴിക്കുക. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കിനും അതിനകത്തേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇത്രയും ഇൻഗ്രീഡിയൻസ് ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതൊന്ന് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നന്നായിട്ട് വഴറ്റുക. നന്നായി ഒന്ന് വഴണ്ട് വരുന്ന സമയത്ത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് മസാലകളാണ് ആഡ് ചെയ്യുന്നത്. എല്ലാം ആവശ്യത്തിന് അനുസരിച്ച് ആഡ് ചെയ്യുക. ആദ്യമേ തന്നെ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തു. അതിനുശേഷം മുളക് പൊടി, മല്ലിപ്പൊടി, ഫിഷ് മസാല ഇത്രയും പൊടികളാണ് നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത്. ഇനി ഇതിനകത്തെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കുക. അത് നന്നായി ഒന്ന് ആ പച്ചമണം മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. മീൻ അതിനകത്ത് നികന്ന് കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി ആ മസാല നന്നായി എന്ന വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഈ സമയം തന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കുടംപുളി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായിട്ട് തിളപ്പിക്കുക. അപ്പോൾ ഉപ്പും അതേപോലെ തന്നെ പുളിയും ആ വെള്ളത്തിൽ നന്നായിട്ട് പിടിക്കുന്ന വരെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച മീൻ ആഡ് ചെയ്ത് കൊടുക്കുക. ഈ സമയം തന്നെ ചെറുതായിട്ടൊന്ന് അത് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ സമയത്ത് മീൻ പൊടിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ഇനി നന്നായി മൂടി വെച്ച് വേവിക്കുക. അതിനകത്ത് ചേർത്തിരിക്കുന്ന വെള്ളം വറ്റി നന്നായി ആ മീനിലേക്ക് പിടിക്കുന്നത് വരെ അതൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇപ്പം നമ്മുടെ മീൻകറിയിലെ വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് കടുക് താളിച്ച് കൊടുക്കാം. കടുക് താളിക്കുന്നതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച ശേഷം അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായി ഒന്ന് ചൂടായി വരുമ്പോൾ കടുക്, ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ചെറിയുള്ളി, കറിവേപ്പില ഇത്രയും ചേർത്ത് കൊടുക്കുക. അത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മീൻകറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ മീൻകറി തയ്യാറാണ്.